2 ദിവസങ്ങളായി നടന്ന IPLന്റെ മെഗാ താരലേലം അവസാനിച്ചിരിക്കുകയാണ്. ലേലത്തിന് ശേഷം പുതിയ ലുക്കിലാണ് ഓരോ ഫ്രാഞ്ചൈസിയും അടുത്ത സീസണിനായി കച്ചമുറുക്കുന്നത്. പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരും 2022ലെ റണ്ണറപ്പുകളുമായ രാജസ്ഥാൻ റോയൽസും ലേലത്തിൽ സജീവമായിരുന്നു. പക്ഷേ അവരുടെ അന്തിമ സ്ക്വാഡിൽ ആരാധകരിൽ ഒരു വിഭാഗം അത്ര തൃപ്തരല്ല. കഴിഞ്ഞ 3 സീസണുകളെ അപേക്ഷിച്ച് അത്ര മികച്ച സ്ക്വാഡിനെ കണ്ടെത്താൻ റോയൽസിനായിട്ടില്ലെന്നാണ് ആരാധകരുടെ നിരീക്ഷണം. പുതിയ കോച്ചായി എത്തിയിരിക്കുന്ന ഇന്ത്യൻ ഇതിഹാസം രാഹുൽ ദ്രാവിഡിനെയാണ് ലേലത്തിന് ശേഷം ആരാധകർ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. റോയൽസ് ടീമിനെ ദ്രാവിഡ് തകർത്തിരിക്കുകയാണെന്നാണ് അവർ ആഞ്ഞടിച്ചിരിക്കുന്നത്. പുതിയ കോച്ചായ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിനെ തകർത്തതായും കഴിഞ്ഞ കുറച്ച് സീസണുകളിലായുള്ള ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഇപ്പോഴത്തെ റോയൽ സ്ക്വാഡിനുണ്ടെന്നും അവർ തുറന്നടിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ സംബന്ധിച്ച് ഈ മെഗാ താരലേലം വെറും ശരാശരി അനുഭവം മാത്രമായിരുന്നു. ലേലത്തിന് മുമ്പ് നിലനിർത്തിയ കളിക്കാരെ മാറ്റി നിർത്തിയാൽ ഓപ്ഷൻ സമയത്ത് രാജസ്ഥാൻ റോയൽസ് എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. തുഷാർ ദേശ്പാണ്ഡെയെ വാങ്ങിച്ചത് വലിയ മണ്ടത്തരമെന്നാണ് ആരാധകപക്ഷം. ആകാശ് മധ്വാനിയെയും മഹീഷ് തീഷണയെയും വാങ്ങിയത് മാത്രമാണ് മികച്ചതെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനെ നശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ്. ലേലത്തിൽ അദ്ദേഹം വെറും നോക്കുകുത്തിയായിരുന്നു. മികച്ച കളിക്കാരനെ ടീമിലെത്തിക്കാനുള്ള ഇടപെടലുകളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കണ്ടില്ല. ഇതോടെ 2020-21 പഴയ ദുർബലമായ ടീമിലേക്ക് റോയൽസ് തിരികെ പോയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അടുത്ത IPL സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസ് ടീം ഒട്ടും ബാലൻസ് ഉള്ളതല്ലെന്ന് കാണാം. ബാറ്റിംഗ് എടുത്താൽ അത് വളരെ ശക്തവും കെട്ടുറപ്പുള്ളതുമാണ്. പക്ഷേ ബൗളിംഗിൽ ടീം ദുർബലമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ റോയൽസിനുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ കഴിഞ്ഞ കുറച്ച് സ്ക്വാഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം ടീമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ പുതിയ കോച്ചായി വന്നിരിക്കുന്ന രാഹുൽ ദ്രാവിഡാണ്. മുൻ കോച്ചായിരുന്ന കുമാർ സംഗക്കാരയുടെ അതേ തന്ത്രങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാമായിരുന്നെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. 20 താരങ്ങളെയാണ് മെഗാ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന് സ്വന്തമാക്കാനായത്. ഇതിൽ 14 പേർ ഇന്ത്യൻ താരങ്ങളും 4 പേർ വിദേശ കളിക്കാരുമാണ്. ധ്രുവ് ജുറേലിനൊപ്പം റിയാൻ പരാഗ്, നിതീഷ് റാണ എന്നിവരിലൊരാളും ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയാൽ റോയൽസ് അടുത്ത സീസണിൽ പതറും. ജോഫ്ര ആർച്ചറുടെ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്നതും സംശയമാണ്. അദ്ദേഹം ഫിറ്റല്ലാതിരിക്കുകയും താളം കണ്ടെത്താൻ വിഷമിക്കുകയും ചെയ്താൽ ബൗളിംഗിലും റോയൽസ് വെള്ളം കുടിക്കുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന പ്രശ്നം ബാക്കപ്പായി മികച്ച കളിക്കാരില്ലെന്നതാണ്. കൂടാതെ ബൗളിംഗും ആക്രമണങ്ങളും ദുർബലമാണ്. മികച്ച ഫിനിഷർമാരുടെ അഭാവവും ടീമിന് ക്ഷീണമാവും. മെഗാലേലത്തിൽ രാഹുൽ ദ്രാവിഡും സംഘവും എന്താണ് കാണിച്ചതെന്നും ആരാധകർ ചോദിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് ഫുൾ സ്ക്വാഡ് ഇപ്പോൾ ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെറ്റ്മെയർ, സന്ദീപ് ശർമ്മ, ജോഫ്ര ആർച്ചർ, മഹീഷ് തീഷണ, വനിന്ദു ഹസരംഗ, ആകാശ് മധ്വാൾ, കുമാർ കാർത്തികേയ, നിതീഷ് റാണ, തുഷാർ ദേശ്പാണ്ഡെ, ശുഭം ദുബെ, യുധീർ സിംഗ് ചരക്, ഫസൽ ഹഖ് ഫറൂഖി, വൈഭവ് സൂര്യവംശി, കുനാൽ റാത്തോഡ്, അശോക് ശർമ്മ, ഖ്വന മഫാക്ക എന്നിവരാണ് ഇപ്പോഴത്തെ ടീമിലുള്ളവർ. IPL തുടങ്ങിയ സീസണിൽ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ് അന്ന് യുവതാരനിരയെ വെച്ചാണ് വമ്പന്മാർക്കിടയിൽ IPL കപ്പുയർത്തിയത്. അതുപോലെ ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടുമോ എന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കുറ്റം പറയുന്ന അതേ ഫാൻസ് നാളെ പൊക്കിപ്പറയാനും മതി. കണ്ടറിയാം.